നമ്മളെ വേണ്ടപ്പെട്ടവരുടെ മണങ്ങളാണ് ഏറ്റവും വിലപ്പെട്ടത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ട് നടക്കുന്ന ഒരുപക്ഷെ നമ്മളുടെ കലാഭവൻ സുധി ആ അദ്ദേഹത്തിൻ്റെ വൈഫിന് കൊടുത്തയച്ചിട്ടൊരു ക്ലോത്ത് കൊണ്ടുവന്നിരിക്കും. അതിൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കിട്ടിയ, കാരണം അതിൽ എന്തായിരുന്നു, ബ്ലഡിൻ്റെ മണവും വേർപ്പിൻ്റെ മണവും പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ എല്ലാം ആ മണങ്ങളുണ്ടായിരുന്നു. അതെൻ്റെ മരിച്ചപ്പോൾ ഉണ്ടായിരുന്നു ആ ആക്സിഡൻറ്റ് സമയത്ത്. അത് എന്നെ വല്ലാതെ ഫീൽ ചെയ്തു. അതുപോലെ ഒരുപാട് ജനങ്ങൾ തേടി വരുമ്പോഴാണ് അതാണ് ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള മണം എന്ന് പറയാറ് ഞാൻ. അതാണ് ഏറ്റവും വിലപിടിപ്പുള്ള മണം. ഈ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കണക്ക് ഈ മരണപ്പെട്ടു പോകുന്നവരുടെ മണം എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ഇമോഷണലാണ്. അതിനപ്പുറത്തേക്ക് അതിനകത്ത് ഭയങ്കര സ്പിരിച്വൽ എലമെന്റ് കൂടെ ഉണ്ട്. ഇപ്പം ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ചില ഡോക്ടേഴ്സ് പറയാറുണ്ട്, ചിലരുടെ പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിയുമ്പോൾ അവർ നമ്മളുടെ കൂടെ വരും. കാരണം അവർ പറയുന്നത് ഇത്രയും കാലത്തെ സത്യം നിങ്ങൾ പറയൂ എന്നായിരിക്കും പറയുന്നത്. കാരണം ആ പോസ്റ്റ്മോർട്ടം റിസൾട്ടിലായിരിക്കുമല്ലോ എല്ലാം ഇരിക്കുന്നത്. അതേപോലെ തന്നെ എപ്പോഴെങ്കിലും ഈ മരണപ്പെട്ടു പോയ ആൾക്കാരുടെ ഈ ഒരു സുഗന്ധം റീക്രിയേറ്റ് ചെയ്യാൻ വന്നപ്പോൾ എന്തെങ്കിലും ഒരു ഇമോഷണൽ ഹോണ്ട് ചെയ്ത ഇമോഷൻ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കുറേ ദിവസത്തേക്ക് ആ ഒരു ഇമോഷൻസ് നിൽക്കും, അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഒരു ആർട്ടിസ്റ്റ് എന്തായിരിക്കണം, അയാൾ ചെയ്യുന്ന പ്രവൃത്തിനോട് ഇപ്പോൾ ഒരു തിരക്കഥാകൃത്ത് നമ്മളൊരു കഥ എഴുതണമെന്നുണ്ടെങ്കിൽ അയാൾ ആ കഥാപാത്രങ്ങളുടെയും ആ ചിത്രങ്ങളെല്ലാം മനസ്സിലോട്ട് ഇങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കണം. അത് കൊണ്ടുകഴിഞ്ഞിട്ട് ആ ചിത്രങ്ങളും ആ ഫോട്ടോകളും ആരായിരിക്കണം, കഥാപാത്രങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന് അയാളെ മനസ്സിൽ താലോലിച്ച് കൊണ്ടെടുത്ത് ക്രിയേറ്റീവ് ചെയ്യാം. എന്നിട്ട് അത് ആർട്ടിസ്റ്റ്, ഒരുപക്ഷെ ഹീറോ മമ്മൂട്ടി ആവാം, മോഹൻലാൽ ആവാം, അവർക്ക് അതേ ഭാഷയിൽ അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലാണ് അവരത് ഉൾക്കൊണ്ടിട്ട് അവർ ആ കഥാപാത്രത്തിനോട് ഉൾക്കൊണ്ടിട്ട് എത്രമാത്രം ആത്മാർത്ഥത കാണിക്കുന്നു അത് അവരുടെ മനസ്സിലും ഇരിക്കും, അവരുടെ ശരീരത്തിലും ഇരിക്കും, അവരുടെ മൈൻഡിലും ഇരിക്കും. എന്നേമാതിരി ഞങ്ങളൊരു ഫ്രാഗ്രൻസ് കിട്ടുമ്പോൾ അയാളുടെ ഏജ്, അയാൾ ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങൾ, അയാൾ എന്തൊക്കെ ഉപയോഗിച്ചിരുന്നു, ഒരുപക്ഷെ എന്ത് മണങ്ങൾ, അയാളുടെ വേർപ്പ്, ഏത് നാട്, എല്ലാ മണങ്ങളും നിങ്ങളുടെ നാടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ ചോദിക്കുക എങ്ങനെ, നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെയാണ് നമ്മുടെ വേർപ്പിൻ്റെ മണം ഉണ്ടാകും. അപ്പോൾ ഇന്ത്യൻ വേർപ്പിന് വേറെ മണമുണ്ടാവാം, എല്ലാവരും വേർപ്പിൻ്റെ മണങ്ങൾ വ്യത്യാസങ്ങളാണ്. പക്ഷേ നമ്മളൊരു ഇതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ വേർപ്പിൻ്റെ മണം വേറെയാണ്, ആഫ്രിക്കൻ വേർപ്പിൻ്റെ മണം വേറെയാണ്, റഷ്യൻ വേർപ്പിൻ്റെ മണങ്ങൾ വേറെയാണ്. എന്നിട്ട് അതിൽ നിന്ന് വേണം ഈ വ്യക്തികളുടെ മണങ്ങൾ നമ്മൾ തിരിച്ചെടുക്കാൻ. അതൊരു വല്ലാത്ത സംഭവങ്ങളാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ അടുത്ത് വന്ന എറണാകുളത്ത് നിന്നൊരു ഉമ്മ വന്നിരുന്നു. ഉമ്മയുടെ കൂടെ 60 വർഷം ജീവിച്ചിരുന്ന ഹസ്ബൻഡ് മരിച്ചിട്ട് 3 വർഷം മിസ്സായിട്ട് അയാളുടെ ഷർട്ടുമായി താങ്ങിപ്പോകുന്നത്. പക്ഷേ ആ മണം ഒരുപക്ഷെ എനിക്ക് മണത്താൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ മൈൻഡിൽ അതായത് ആ വൈഫിൻ്റെ മനസ്സിൽ ആ മണം ഇങ്ങനെ എപ്പോൾ നോക്കിയാലും മണത്ത് കഴിഞ്ഞാൽ കിട്ടും. അത് നമുക്കൊരു സാധനത്തിനോട് പ്രണയം ഉണ്ടായിക്കഴിഞ്ഞാൽ, ആ പ്രണയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്നതും ചിന്തിക്കുന്നതും പ്രവൃത്തിയും, നമുക്കൊരു ചെറുപ്പകാലത്തുണ്ടാകുന്ന പ്രണയത്തിൽ ഒരു പെൺകുട്ടിനെ പ്രണയിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അവൾ പോകുമ്പോൾ അത് അവളായി തോന്നും, അവളുടെ മുടി പോലെ തോന്നും, അവൾ ചെയ്യുന്ന ഇഷ്ടം ഉണ്ടായിരിക്കാം. നമ്മൾ ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ പോലും ഒരു പെൺകുട്ടിക്ക്, ആദ്യം പ്രണയിക്കുന്ന പെൺകുട്ടിക്ക് ഗിഫ്റ്റോ ചെരുപ്പോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു മോതിരമോ മാല കറക്റ്റ് സൈസായിരിക്കും, അവളുടെ അളവ് നമ്മൾ എടുക്കണമെന്നില്ല. എന്താണ് അതിനോടുള്ള പ്രണയം. അപ്പോൾ പ്രണയങ്ങൾ എത്രത്തോളം ഡീപ്പായിട്ടുണ്ടാവുമോ അപ്പോൾ അതിൽ നിന്നെല്ലാം നമുക്ക് റിസൾട്ട് ഉണ്ടാവും. നമുക്ക് അളവുകളോ മെഷർമെൻറ്റോ ഒന്നും വേണ്ട. അത് നമ്മളുടെ ആ പ്രണയം, നമ്മളതിനെ പ്രണയിച്ചു പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ കൂടെ ഇങ്ങനെ കുറച്ച് നേരത്തുണ്ടാവും. ഏത് സാധനത്തിന് നമ്മൾ കൂടുതൽ പ്രണയിക്കുന്നത് അത് ചിലവർക്കും, ഞാൻ അതുകൊണ്ട് പറയാറുണ്ട്, ലോകത്ത് ഏറ്റവും കൂടുതൽ സ്റ്റോറി എഴുതുന്ന വ്യക്തി ആരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും യൂസുഫ് ഭായി ആണെന്ന് പറയും. അപ്പോൾ ചോദിക്കുക എങ്ങനെ, ഞാൻ സ്റ്റോറി എഴുതുന്നില്ല, പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഒരു പെർഫ്യൂം നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നുണ്ടെങ്കിൽ, ഒരു ഗേൾ ഫ്രണ്ടിനാവട്ടെ, ഒരു ബോയ് ഫ്രണ്ടിനാവട്ടെ, അല്ലെങ്കിൽ ഹസ്ബൻഡിനാവട്ടെ, അല്ലെങ്കിൽ ഉപ്പാക്കാവട്ടെ, ഉമ്മാടമാണ്, അവർക്ക് ആദ്യമായിട്ട് തരുന്ന പെർഫ്യൂം, അവിടെ തുടങ്ങുന്ന സ്റ്റോറി. ഒരുപക്ഷെ എൻ്റെ കല്യാണത്തിന് ഞാൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ഗന്ധം, അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ട് എന്നെ ഗേൾ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോയ മണം, അല്ലെങ്കിൽ ഞാൻ ഇന്ന ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരുന്ന മണം, എനിക്ക് ഇന്ന സ്ഥലങ്ങളിൽ ഓരോ പെർഫ്യൂമിലും ഓരോ സ്റ്റോറികളുണ്ടാവും. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റോറി ചെയ്തത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസുഫ് ഭായ് എന്ന് നിങ്ങൾക്ക് പറയാം. ഈ മണം നമ്മൾ സെൻസ് ചെയ്യുന്ന പല രീതിയിലായിരിക്കും. അപ്പം നമ്മളെപ്പോഴും അത് പെർഫെക്റ്റ് ആയിരിക്കണം. പ്രത്യേകിച്ചും ഈ ദൂരെ നിന്നും ഒരുപാട് ആൾക്കാർ വരുന്ന, അവർ നമ്മളെ ട്രസ്റ്റ് ചെയ്തിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ അത് അവർ വരുന്ന അതേ സാധനം നമ്മൾ തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സെൻസിങ്, ആ ഒരു സാധനം എങ്ങനെയാണ് കീപ്പപ്പ് ചെയ്തു പോകുന്നത്?
ഒരു മണം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആ മണം അതൊരു ചാലഞ്ചായിട്ട് ഒരു പക്ഷേ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് പറയും, എന്നെ ഹാപ്പിയാക്കുന്ന മൂഡ് ഒരു മണമുണ്ടാക്കിയിട്ട് അത് ആ മണം ഞാനിങ്ങനെ ഫീൽ ചെയ്തിട്ട് അത് അടിച്ചു കൊടുത്തിട്ട് അവരിൽ കിട്ടുന്ന ആ ചുണ്ടിൽ കാണുന്ന ആ കണ്ണിൽ കാണുന്ന ഒന്ന് ആ തുള്ളി ആനന്ദശ്രുവാവാം, ആ പുഞ്ചിരി കാണുമ്പോൾ കിട്ടുന്നൊരു ഫീലിംഗ് ഉണ്ടല്ലോ, ഓ മമ്മ എങ്ങനെയാണ് ഈ ആസ് എ പെർഫ്യൂമർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ പറ്റില്ല. അതൊരു വല്ലാത്ത അനുഭൂതിയാണ്, സക്സസ് ആയിക്കുണ്ടാവുക. അപ്പോൾ കിട്ടുന്ന ശരിക്കും നമ്മൾ പറയില്ല, മലയാളത്തിൽ പറയാം റോമൊക്കെ നമുക്കിങ്ങനെ രോമാഞ്ചം ഉണ്ടാവും. അത് വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അത് പൈസയാണോ? അല്ല, ഒരുപക്ഷെ അതിനോടുള്ള ഇഷ്ടങ്ങളാണ്. അത് ഉണ്ടാക്കി കിട്ടുന്നൊരു എനർജി ഉണ്ടാവുള്ളൂ. ഓ ഞാനൊരു എന്തോ ചെയ്തു എന്നുള്ളത്. കാരണം പെർഫ്യൂമിനോ ഈ കളറുകളുണ്ടാകും, ഗന്ധങ്ങൾക്ക് ചിത്രങ്ങളുണ്ട്, ഒരുപാട് ചിത്രങ്ങളുണ്ട്. അതിനേക്കാൾ ഉപരിയാണ് ഒരു പെർഫ്യൂം അടിച്ചു കഴിഞ്ഞാൽ ഇത് എൻ്റെ ഉപ്പ ഉപയോഗിച്ചിരുന്ന എൻ്റെ ഉപ്പാടെ ചിത്രവും എൻ്റെ ഉപ്പാടെ രൂപവും ഉപ്പാടെ മണവും എനിക്ക് കിട്ടുക. അതേപോലെ ഒരു ഉമ്മാടെ മണം, അല്ലെന്നുണ്ടെങ്കിൽ ആയിരുന്നു നമ്മുടെ കല്യാണത്തിന് ആദ്യമായിട്ട് ഉപയോഗിച്ച, അല്ലെങ്കിൽ ഒരു പാട്ട് പോലും ആ മണങ്ങൾ ഒരുപാട് കണക്റ്റീവാണ്. സുഗന്ധവും മ്യൂസിക്കും ഒരുപാട് ബന്ധങ്ങളുണ്ട് നമ്മളെ. അതിലും ഇതേ പറഞ്ഞ മാതിരി ആരോഹണം അവരോഹണം അങ്ങനെ പലതുണ്ട്. അതേമാതിരിയാണ് ടോപ്പ് നോട്ട്, മിഡിൽ നോട്ട്, ബേസ് നോട്ടായിട്ട്. അതേമാതിരിയാണ് അത് ഫ്രാഗ്രൻസുകൾ ആദ്യമായിട്ട് കിട്ടുന്ന ആദ്യത്തെ 5 മിനിറ്റിൽ കിട്ടുന്ന മണങ്ങൾ നമുക്ക് ഇതിൻ്റെ ടോപ്പ് നോട്ടായി, പിന്നെ കിട്ടുന്ന മിഡിലായിട്ട് കിട്ടുന്ന ബേസ് നോട്ട്, പിന്നെ ലാസ്റ്റ് ചെയ്യുന്ന മണമാണ് ദ ബേസ്. അതേപോലെയാണ് ചില മ്യൂസിക്കുകൾ. ഇപ്പോൾ നമ്മൾ ഒരു കാലഘട്ടങ്ങൾ ഓർമ്മ വരുത്താൻ ഒരു പെർഫ്യൂം എടുത്തു കഴിഞ്ഞാൽ ആ ചിത്രങ്ങളും ആ ഏരിയയെ പോലും നമുക്ക് ഓർമ്മ വരുത്താം. നിങ്ങൾ ഉപയോഗിച്ചിരുന്ന, നിങ്ങൾ കല്യാണത്തിന് മുമ്പ് ഉപയോഗിച്ചിരുന്ന പെർഫ്യൂം, അല്ലെങ്കിൽ കോളേജിൽ പോകുമ്പോൾ ഉപയോഗിച്ചിരുന്ന മണങ്ങൾ, അല്ലെങ്കിൽ ടീച്ചറുടെ മുല്ലപ്പൂവിൻ്റെ മണങ്ങൾ, ഒക്കെ കാലഘട്ടങ്ങൾ നമുക്ക് ഒരു പെർഫ്യൂം അടിച്ചിട്ട് അതൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇനി എൻ്റെ അടുത്തൊരു പ്ലാൻ ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഓരോ മണങ്ങളെ കൊണ്ടും ഓരോ കാലഘട്ടം അവരുടെ പെർഫ്യൂമുകൾ അതിനോട് എത്രത്തോളം അടുപ്പമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാലഞ്ച് ആയിട്ട് ഞാൻ കണ്ണ് കെട്ടിയിട്ടുള്ള പരിപാടി ചെയ്യാനുള്ള മനസ്സിലുണ്ട്. നമ്മുടെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് മുഖം മാത്രമാണ്. മുഖത്തിനേക്കാൾ സൗന്ദര്യമാണ് നിങ്ങളുടെ ഗന്ധങ്ങൾക്ക്. കണ്ണുപൊട്ടന് പോലും നിങ്ങളുടെ സൗന്ദര്യം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ ഗന്ധമുണ്ടാവും. ഏറ്റവും നല്ല സൗന്ദര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഗന്ധമാണ്. കാരണം അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ് ഞാൻ. ഒരു ബ്യൂട്ടിഫുൾ ഗേൾ തന്നെ വന്നു കഴിഞ്ഞാലും അവൾക്ക് ആ മണത്തിന്, അവൾക്ക് എനിക്കിഷ്ടപ്പെടാത്ത മണമാണെങ്കിൽ എനിക്കൊരിക്കലും അവരെ അത്ര കണ്ട് ക്ലോസ് ആവാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും നല്ല സൗന്ദര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു പക്ഷെ പറയും ഗന്ധം.